ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അമ്മു. കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. വെജ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. മെയിൻലി പൊട്ടറ്റോ ആൻഡ് ബ്രെഡ് ക്രംസ് ആണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ പൊട്ടറ്റോ ഞാൻ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തൊന്ന് ഇതാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാൻ എടുത്ത് കുറച്ച് എണ്ണ ചൂടാക്കി മസ്റ്റേർഡ് ചേർത്ത്, ജീരകം ചേർത്ത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത്, ഒനിയൻ ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ പൊട്ടറ്റോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാഷ് ചെയ്തിട്ട് വേണം ഇടാൻ. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മല്ലിപ്പൊടിയും വിതറി നല്ലതായിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് തക്കാളി മറന്നുപോലോ, തക്കാളിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം കേട്ടോ. ആൻഡ് ഇത് നമുക്ക് ഇഷ്ടമുള്ള, കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇപ്പോൾ സ്റ്റാറോ മൂണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷേപ്സിൽ ചെയ്ത് വെച്ചിട്ട് ബ്രെഡ് ക്രംസും എടുക്കുക, മുട്ടയുടെ വെള്ളയും എടുക്കുക കേട്ടോ. ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് ഇതൊന്ന് മുക്കിയതിന് ശേഷം വീണ്ടും ആ മുട്ടയുടെ വെള്ളയിൽ ചേർക്കുക, വീണ്ടും ബ്രെഡ് ക്രംസ്, അങ്ങനെ ഒരു 2 ടൈംസ് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലി അങ്ങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതിനെ നന്നായിട്ട് മുരിയിച്ചെടുക്കാം. എൻ്റെ 1-2 ഇച്ചിരി ഒന്ന് എക്സ്ട്രാ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കരിഞ്ഞ ഷേപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്ന് ക്ഷമിക്കുക, അത്രയൊന്നും ആകാതെ നിങ്ങൾ നോക്കണം. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനാണെങ്കിൽ ഒരു കട്ട്ലറ്റിൽ ഇടയ്ക്ക് ചീസ് വെച്ചിട്ട് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.